ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചത് പത്രോസിന്റെ ലേഖനത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചാരംഭിക്കാം എന്നാണ്. എന്നാൽ ആ, ചില ഇമ്പോർട്ടൻ്റ് കൺസേൺസ് നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റഡി ചെയ്തു പോകാം. ഹ്യൂമൻ എഫേർട്സ് ടു റീകൺസൈൽ പോൾ ആൻഡ് ജെയിംസ്. യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്ന ഉപദേശങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്ന ഉപദേശങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ ഉള്ള മാനുഷിക ശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ ഈ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയും, വളരെ ക്ലിയർ ഡോക്ട്രിനൽ ഡിഫറൻസസ് ഉണ്ട് പൗലോസിൻ്റെയും യാക്കോബിൻ്റെയും ലേഖനങ്ങളിൽ. അതായത് ഹീബ്രു എപ്പിസ്റ്റൽസ്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ അനേക ഡോക്ട്രിനൽ ഡിഫറൻസസ് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതിനെ യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിന് രണ്ടിനെയും കുഴപ്പമില്ല, അവരെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്, യാക്കോബ് പറയുന്നതും 12 അപ്പോസ്തലന്മാരും പൗലോസ് അപ്പോസ്തലന്മാർ പറയുന്നതെല്ലാം ഒരേ കാര്യമാണെന്ന് കൊണ്ടുവരുവാനുള്ള മാനുഷിക ശ്രമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർ പറയുന്നത്, യാക്കോബ് മനുഷ്യരുടെ മുൻപിൽ ഉള്ള നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസിയുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉള്ള നീതീകരണത്തെക്കുറിച്ച് പറയുന്നു. ജെയിംസ് ഈസ് റെഫറിംഗ് ടു വൺസ് ജസ്റ്റിഫിക്കേഷൻ ബിഫോർ മാൻ, വൈൽ പോൾ ഈസ് റൈറ്റിംഗ് അബൌട്ട് വൺസ് ജസ്റ്റിഫിക്കേഷൻ ബിഫോർ ഗോഡ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യാക്കോബ് രക്ഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് പ്രതിഫലങ്ങൾ നഷ്ടമാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഓരോന്നോരോന്നായി നമുക്ക് എക്സാമിൻ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യാക്കോബിന്റെ ലേഖനത്തെ അടിസ്ഥാനപ്പെട്ടാണ് ജോൺ കാൽവിൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് അതിൽ തന്നെ ഒരു കോൺട്രാഡിക്ഷൻ ആണ്. Faith alone saves, but the faith that saves is not alone. അതായത് വിശ്വാസത്താൽ മാത്രമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം അത് ഏകമല്ല, അതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്, അത് നമുക്ക് എക്സാമിൻ ചെയ്യാം. ഇതിനാ ജോൺ കാൽവിൻ്റെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, വൈൽ പോൾ റൈറ്റ്സ് അബൌട്ട് ഹൗ എ പേഴ്സൺ ഈസ് സേവ്ഡ് ബൈ ഫെയ്ത്ത് അലോൺ, ജെയിംസ് റൈറ്റ്സ് അബൌട്ട് ഹൗ ദ സേവ്ഡ് പേഴ്സൺ ഷുഡ് ലിവ്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ ഒരു വ്യക്തി വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, നീതീകരിക്കപ്പെട്ട വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നാണ് യാക്കോബ് എഴുതുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് ഇന്നൊന്ന് ചിന്തിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സ് ആണ് ഈ 4. നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. അപ്പോൾ മലയാളത്തിൽ ഒന്ന് ജസ്റ്റ് വായിച്ച് കേൾക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജെയിംസ് ഈസ് റെഫറിംഗ് to one's justification before man, while Paul is writing about justification before God. മനുഷ്യന്റെ മുമ്പാകെയുള്ള നീതീകരണത്തെക്കുറിച്ച് യാക്കോബ് പരാമർശിക്കുമ്പോൾ, ദൈവം മുമ്പാകെയുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നു. Praise the Lord. അതാകാൻ സാധ്യതയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ, യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പറയുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം 6-ന്റെ 1-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ അവരോട് പറഞ്ഞത്,
നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതിയിരിക്കുന്നവർ ആകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ മുൻപിൽ എസ്റ്റീംഡ് ആയിരിക്കുന്ന കാര്യം, ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പായത്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ സ്വയം നീതീകരിക്കപ്പെടാൻ ശ്രമിക്കല്ലേ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. മത്തായി 6:1 ഒന്നുകൂടെ വായിക്കാൻ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ മനുഷ്യരുടെ മുൻപിലുള്ള നീതീകരണത്തെ കുറിച്ചാണോ പറയുന്നത്? കാരണം മനുഷ്യന്റെ മുൻപിലുള്ള നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായി ശ്രമിച്ചാൽ സ്വർഗത്തിൽ പ്രതിഫലം നഷ്ടമായി പോകുക. മനസ്സിലാകുന്നുണ്ടോ? ആൾക്കാർ പറയുന്നത് എന്താണ്? യാക്കോബ് മനുഷ്യരുടെ മുൻപിലുള്ള നീതീകരണവും പൗലോസ് ദൈവസന്നിധിയിലുള്ള നീതീകരണമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടും വ്യത്യാസമില്ല, എല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? 1:10 നോക്കി. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. അല്ലോ, അതോ നമ്മുടെ ജീവിതത്തിന്റെ മോട്ടീവ്, സുവിശേഷ പ്രവർത്തനത്തിന്റെ മോട്ടോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ നമ്മൾ നീതീകരിക്കപ്പെടുവാനുള്ളതാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത ദാസനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് യാക്കോബ് മനുഷ്യരുടെ മുൻപിലുള്ള നീതീകരണത്തെ കുറിച്ചല്ല, മറിച്ച് യാക്കോബും പറയുന്നത് മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ ദ ലിറ്റിൽ ഫ്ലോക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശേഷിപ്പായവര്, കിങ്ഡം പ്രോഗ്രാം, ഇത് രണ്ടും കറക്റ്റാണ്. യാക്കോബ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ പുസ്തകങ്ങളും കറക്റ്റായ കാര്യമാണ്. പക്ഷെ അത് ആർക്ക് എഴുതിയതാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യഹൂദർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അവർക്ക് രക്ഷ, വിശ്വാസവും അതിന് തക്ക പ്രവൃത്തിയും വേണം. അന്ത്യം വരെ അവർ വിശ്വസ്തരായി നിന്നേലേ അവർക്ക് ജീവകിരീടം ലഭിക്കുകയുള്ളൂ, അല്ലേ? രണ്ടാമത്തെ വിഷയം നമുക്ക് നോക്കാം. ജെയിംസ് ഈസ് റൈറ്റിംഗ് അബൌട്ട് ലോസ് ഓഫ് റിവാർഡ്സ് ആൻഡ് നോട്ട് ലോസ് ഓഫ് സാൽവേഷൻ. രക്ഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് പ്രതിഫല നഷ്ടത്തെ കുറിച്ചാണ് യാക്കോബ് എഴുതുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. ഇവർ രണ്ടും കുഴപ്പമില്ല, എല്ലാം ഒരേ കാര്യമാണ് പറയുന്നെന്ന് തെളിയിക്കാൻ വേണ്ടി. നമുക്ക് വേഗം പോകാം മുന്നോട്ട്. ഈവൻ സോ ഫെയ്ത്ത്, if it had no works, is dead, being alone. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യാക്കോബ് അപ്പോസ്തലൻ രണ്ട് കാര്യവും പറയുകയാണ്. 14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ ഒരു വ്യക്തി ഒരു സഹോദരനെ സഹായിക്കണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, ആഹാരമില്ലാത്തവർക്ക് ആഹാരം എങ്ങനെ കൊടുക്കണം. കാരണം ഇത് ഏതാണ് സിറ്റുവേഷൻ? ഇവരെല്ലാവരും വിശുദ്ധ സ്ഥലത്തെ മ്ലേച്ഛമാക്കുന്ന ആ ഒരു വസ്തുവെ കണ്ടപ്പോൾ വീട് വിട്ട് ഇറങ്ങി ഓടിയവരാ, അല്ലേ? ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവരോടാണ് പറഞ്ഞ്, നിങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും എന്ന് ഇവരോടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഒരു പ്രൊവിഷൻസും ഇല്ല. അങ്ങനെ ഇരിക്കും, അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരാളുടെ കയ്യിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ത്രൂ ഔട്ട് നമ്മൾ യോഹന്നാന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ, സുവിശേഷമല്ല, ലേഖനങ്ങൾ 1 യോഹന്നാൻ തൊട്ട് 3 യോഹന്നാൻ വരെ വായിക്കുമ്പോൾ പ്രവൃത്തിയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇതേ റിവാർഡ്സിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം 21-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുക, അബ്രഹാം വിശ്വാസത്താൽ അല്ല, മറിച്ച് പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്, ഇല്ലേ? അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ എന്താണ്? ഫോർ ആസ് ദ ബോഡി
without the spirit is dead, so faith without work is dead also. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ആ വിശ്വാസം പ്രവൃത്തിയൂടെ ഇല്ല എങ്കിൽ നീതീകരണമില്ല എന്നാണ്. അതായത് രക്ഷയില്ലെന്നാണ് പറയുന്നത്, അല്ലേ? നീതീകരിക്കപ്പെടാത്തൊരു വ്യക്തി എത്ര നല്ല കാര്യം ചെയ്താലും എന്താണ് പ്രയോജനം? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:14 തൊട്ട് 26 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടയ്ക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യർ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. നമ്മൾ വായിച്ച ഭാഗം നമുക്ക് മനസ്സിലായി. അപ്പൊ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് പ്രവൃത്തിയാൽ ആണ് വിശ്വാസം തികവായി വരുന്നത്, ആ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ രക്ഷയ്ക്ക് വിശ്വാസമാണ് മാത്രം മതി എന്ന് പറയുമ്പോൾ ആൾക്കാർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതാണെങ്കിൽ സാത്താനും പോലും പിശാചുകൾ പോലും വിശ്വസിക്കുന്നല്ലോ, അവർ വിറയ്ക്കുകയും ചെയ്യുന്നല്ലോ. പ്രിയമുള്ളവരെ, ദൂതന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? മനുഷ്യരെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ആണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത്. ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ എന്തുകൊണ്ടാണ് വിറയ്ക്കുന്നത്? കാരണം അവർക്കറിയാം, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ കൂടി ഈ നിഗൂഢ പദ്ധതി കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ സാത്താൻ അറിയാം അവന്റെ സമയം അല്പം മാത്രമേ ഉള്ളൂ. ഈ കാലഭൈരവി എന്ന് ഉള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ സമയത്തെ കുറിച്ചുള്ള ഭീതി. മനസ്സിലാവുന്നുണ്ടോ? അവർ ദൂതന്മാർക്ക് എന്തറിയാം? യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും ഒക്കെ അറിയാം. ഏകസത്യ ദൈവമാണെന്നൊക്കെ ആർക്കറിയാം? പിശാചുകൾക്കറിയാം. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്തും അനേക ഭൂതബാധകളുള്ളവർ എന്താണ് പറഞ്ഞത്? യേശുവേ, നീ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം, സമയത്തിന് മുന്നേ ഞങ്ങളെ ഉപദ്രവിക്കാൻ നീ വന്നുവോ? ഇല്ലേ? അവർക്കറിയാം. പക്ഷെ അവർക്കറിയാം അവർക്ക് ഉള്ളത് പീഡനം മാത്രമാണ് എന്ന്. അവർ ഭയപ്പെടുന്നത് ഭക്തിയോടുകൂടിയല്ല, അവർ ഭയപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ്? അവർക്ക് വരുവാനുള്ള ആ വലിയ ശിക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ റിവാർഡ്സ്, ദൈവമക്കളുടെ പ്രതിഫലം എപ്പോഴാണ് ലഭിക്കുന്നത്? എവിടെ വെച്ചാണ് ലഭിക്കുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ കൃപായുഗത്തിലെ വിശ്വാസികളുടെ പ്രതിഫലം നമുക്ക് സ്വർഗസ്ഥലങ്ങളിലാണ് ലഭിക്കുന്നത്.
ഉം. ആ, അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ പ്രതിഫലം ഈ ഭൂമിയിലാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് മലയാളത്തിൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അപ്പൊ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം കൂലിയായിട്ടാണ് കണക്കിടുന്നത്. ഏ, നമുക്ക് ഒന്ന് വായിക്കാം. യെശയ്യാ 40-ാം അധ്യായം 9-10 വാക്യം. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദാ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. മത്തായി 16:27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. വെളിപ്പാട് 11:18. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നു. Praise the Lord. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇസ്രായേലിന് പ്രതിഫലം കൂലിയായിട്ട് കണക്കിടുന്നു. അതെപ്പോഴാണ് ലഭിക്കുന്നത് അവർക്ക്? കർത്താവിൻ്റെ മടങ്ങി വരവിലാണ്. ഇല്ലേ? അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19 തൊട്ട് 21-ാമത്തെ വാക്യം വരെ പറയുമ്പോൾ വിശ്രാന്തിയുടെ നാളുകൾ, ശുഭനാളുകൾ, വിശ്രമ സമയം എപ്പോൾ വരുന്ന? പിതാവ് തൻ്റെ പുത്രനെ വീണ്ടും അയക്കുമ്പോൾ. ഇല്ലേ? ഈ വാക്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇതാ ഞാൻ വേഗം വരുന്നു, കൂലി എൻ്റെ പക്കൽ ഉണ്ട്. അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതായത് പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ആരംഭിച്ച് സഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം വരെ ഉള്ള ആ കാലഘട്ടത്തിൽ കൃപയാൽ രക്ഷിക്കപ്പെടുന്നവരുടെ പ്രതിഫലം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 3:10 തൊട്ട് 15 വരെയുള്ള വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തിയിൽ നിന്ന് നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് ഉൽപ്രാവണത്തിന് ശേഷം ഉള്ള കാലത്ത് സ്വർഗസ്ഥലങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, ഈ 1 കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഈ സഭയിൽ അനേക കുറവുകൾ, അനേക വിവിധ പ്രയാസങ്ങളുള്ള സഭകളാണ്. എന്നാൽ അവസാനമായിട്ട് പറയുക, നാം എല്ലാവരും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ എന്ത് ചെയ്യും? കണക്ക് കൊടുക്കും. അല്ലേ? അതാണ് നമ്മുടെ പ്രവൃത്തികളുടെ ശോധന. പ്രവൃത്തികളാണ് നമ്മുടെ തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെയോ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ റാപ്ചറിന് ശേഷം ഉള്ളൊരു കാലഘട്ടത്തിൽ ആണ് ശോധന ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ഒരു വ്യക്തിയുടെ, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അംഗമായ ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയും തെറ്റായിരുന്നെന്ന് വെച്ചു, അതെല്ലാം കത്തിപ്പോയി. എന്നാലും ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അവന് രക്ഷ ഉറപ്പാ, ഇല്ലേ? എന്നാൽ
ഒരു പ്രതിഫലവും ഇല്ല. അതേസമയം അങ്ങനെയല്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസത്തിനോടൊപ്പം തക്ക പ്രവൃത്തിയില്ലെങ്കിൽ അവരുടെ രക്ഷയാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് നമ്മളുടെ പ്രതിഫലങ്ങൾ? 2 കൊരിന്ത്യർ 5:1 എഫേസ്യർക്കെഴുതിയ ലേഖനം 1:3 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയുടെ വിശ്വാസികളുടെ പ്രതിഫലങ്ങളെല്ലാം സ്വർഗസ്ഥലങ്ങളിലാണ്. അതേസമയം സങ്കീർത്തനം 37:29 വായിക്കുമ്പോൾ നീതിമാന്മാർ ഭൂമിയെ കൈവശമാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? ലൂക്കോസ് 22:29 തൊട്ട് 30 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുക്രിസ്തു 12 അപ്പോസ്തലരോട് പറഞ്ഞത്, ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുമ്പോൾ 12 അപ്പോസ്തലന്മാരും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കുകയും ചെയ്യും, അല്ലെ? മത്തായി സുവിശേഷം 6:10 എഴുതിയിരിക്കുന്നത് എന്താ? Thy kingdom come, thy will be done in earth as it is in heaven. അപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ കിങ്ഡം പ്രോഗ്രാമിൽ കൂടി കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? ഭൂമണ്ഡലങ്ങളെ ശുദ്ധീകരണം. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ കൂടി കർത്താവിന്റെ ഉദ്ദേശം എന്തുവാ? സ്വർഗസ്ഥലങ്ങളുടെ ശുദ്ധീകരണം. അപ്പോൾ ഒരു വാക്യം വളരെ കൺഫ്യൂസിങ് ആയിട്ട് വരും. ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങനെ റാപ്ചറോ അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ വരവൂടെ ഉള്ളു നീ കർത്താവിന്റെ. അതിനപ്പോൾ എടുക്കുന്ന വാക്യം യോഹന്നാൻ സുവിശേഷം 5:28-29 വരെയുള്ള വാക്യം വായിക്കും. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? കല്ലറയിൽ ഉള്ളവരെല്ലാവരും കർത്താവിന്റെ ശബ്ദം കേട്ട് ചിലർ നിത്യലജ്ജയ്ക്കും ചിലർ നിത്യജീവനുമായി ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവം. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം 1000 ആണ്ട് വാഴ്ചയിൽ, അതായത് കർത്താവിന്റെ 2ാം വരവ്, ഒലിവ് മലയിലെ 2ാം വരവിന് ശേഷം രാജ്യത്തിലേക്ക് ജാതികളും പ്രവേശിക്കുന്നുണ്ട്, ഇസ്രായേൽ വിശ്വസിച്ച ഇസ്രായേലും പ്രവേശിക്കുന്നുണ്ട്. ഒരു വലിയൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് അവിടെ നടക്കുന്നത് ആ ഒരു പീരീഡിൽ. കാരണം നീതിമാന്മാരുടെ ആയുസ് വൃക്ഷത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല, 100 വയസ്സിൽ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തി തന്റെ യൗവനത്തിൽ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലത്തെ ഒരു ലൈഫ് പീരീഡ് ആണ്. അപ്പോൾ ആ ടൈമിൽ മരിക്കുന്നവർ, അവർ വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമായിട്ട് മരിക്കുന്നവരുണ്ട്, അല്ലെ? അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ന്യായവിധി, വെള്ളസിംഹാസനത്തിന് മുൻപിലുള്ള ന്യായവിധി, വിശ്വാസികൾ നിത്യ പ്രതിഫലത്തിന് നിത്യജീവനായിട്ട് എഴുന്നേൽക്കുന്നു. അതേസമയം അവിശ്വാസികൾ അവിടെ നിത്യലജ്ജക്കായിട്ട് എഴുന്നേൽക്കുന്നു. അതാണ് ആ കാര്യത്തെ ആ വാക്യം പറയുന്നത്. അപ്പോൾ തന്നെ റാപ്ചറിന് ശേഷം മഹോപദ്രവത്തിന്റെ മധ്യഭാഗത്തിൽ വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധം കാണുന്നുണ്ട്. ആ യുദ്ധത്തിന് ശേഷം സാത്താനും വീണുപോയ ദൂതന്മാർക്കും അവരുടെ സ്ഥലം പിന്നീട് അവിടെ കാണുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെല്ലാവരും വിട്ടേറ്റ് ഭൂമിയിലേക്ക് തള്ളപ്പെടുകയാണ്. ആ സമയത്താണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അവരുടെ സ്ഥലങ്ങളെല്ലാം കൈവശമാക്കുന്നത്. അതാണ് ദ മിസ്റ്ററി പ്രോഗ്രാം, നിഗൂഢ പദ്ധതിയുടെ ഉദ്ദേശം, സ്വർഗമണ്ഡലങ്ങളുടെ ശുദ്ധീകരണം. റൈറ്റ്? അതേസമയം ഇസ്രായേലിന്റെ പ്രതിഫലം കർത്താവിന്റെ 2ാം വരവെങ്കിലാണ് കൂലിയുമായിട്ടാണ്, പ്രതിഫലവുമായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു ഒലിവ് മലയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മുൻപോട്ട് പോകാം. 3ാമത്തെ കാര്യം, ഈ ജോൺ കാൽവിൻ പറഞ്ഞത് എന്താണ്? The faith alone saves, but the faith that saves is not alone. നമുക്ക് മലയാളത്തിൽ എങ്ങനെയാന്ന്? വിശ്വാസം മാത്രമാണ് രക്ഷിക്കുന്നത്, പക്ഷേ രക്ഷിക്കുന്ന വിശ്വാസം ഒറ്റയ്ക്കല്ല. അത് ഒറ്റയ്ക്കല്ല, അതിന്റെ കൂടെ
പ്രവർത്തികളോട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സെൽഫ് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. പൗലോസ് ഒരു വ്യക്തി എങ്ങനെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കതറിയാം, അങ്ങനെയല്ല. യാക്കോബ് അപ്പോസ്തലൻ രക്ഷയും നീതീകരണത്തെയും കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ചേക്കാം. വിശ്വാസത്താൽ മാത്രം ഒരു വ്യക്തി എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് എഴുതുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് യാക്കോബ് എഴുതുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങൾ ആണ് അനേകർ ഉപയോഗിച്ചിട്ട് പറയും ഈ പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശവും ലേഖനങ്ങളും, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ കോൺട്രാഡിക്ഷൻസ് ഒന്നുമില്ല, എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ജോൺ കാൽവിൻ കാൽവിനിസവും അർമേനിയസം ആൻഡ് ഗ്രേസ് ടീച്ചിങ്, അതായത് ഡിസ്പെൻസേഷണൽ ടീച്ചിങ്, ഇതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിറ്റീവ് ചാർട്ട് ഇവിടെ ഉണ്ട്. ഇതെന്താണ് ഇവർ പഠിപ്പിക്കുന്നത് എന്ന് ഉള്ളത് നമുക്ക് ജസ്റ്റ് അതൊന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ച് പോകാം. ടോട്ടൽ ഡിപ്രാവിറ്റി കാൽവിനിസം എന്താണ് പറയുന്നത്, ഡിമിനിഷ്ഡ് ഡിപ്രാവിറ്റി ആൻഡ് ലയബിൾ ഡിപ്രാവിറ്റി ഗ്രേസ് തിയോളജി നമുക്ക് നോക്കാം. എല്ലാ മനുഷ്യരും ആത്മീയമായി മരിച്ചവരാണ്, പാപത്താൽ ദുഷിപ്പിക്കപ്പെട്ടവരാണ്, സ്വന്തമായി ദൈവത്തെ തിരഞ്ഞെടുക്കാനോ പ്രസാദിപ്പാനോ കഴിയാത്തവരാണ്. അർമേനിയസും എല്ലാ മനുഷ്യരും പാപത്തിൽ മരിച്ചിരിക്കുന്നു, എന്നിരുന്നാലും ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാനോ രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ കരുതൽ നിരസിക്കാനോ തിരഞ്ഞെടുക്കാം. ഗ്രേസ് ഡിസ്പെൻസേഷണൽ, പാപികൾ എന്ന നിലയിൽ മനുഷ്യവർഗത്തിന് രക്ഷ നേടാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കാം. കൃപയുടെ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്ന രക്ഷ പ്രവൃത്തികളിലൂടെയല്ല, ദൈവത്തിന്റെ ദാനമത്രേ. കാൽവിനിസം പറയുന്നത് ടോട്ടൽ ഡിപ്രാവിറ്റി, അതായത് മനുഷ്യവർഗത്തിന്റെ അവർ പാപത്തിൽ മരിച്ചിരിക്കുക, അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല, സുവിശേഷം കേട്ടാൽ വിശ്വസിക്കാൻ പോലും കഴിയുകയില്ല, വിശ്വാസവും ഒരു ദാനമാണ് എന്നാണ് കാൽവിനിസം പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അതേസമയം അർമേനിയസും ഗ്രേസ് തിയറിയും പറയുന്നത് നമുക്ക് പാപത്താൽ നമുക്ക് വളരെ മരിച്ചവരായിരിക്കുന്നു, എന്നാൽ ദൈവം ഇച്ഛാശക്തി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സുവിശേഷം കേട്ടാൽ ഒന്നിൽ അതിൽ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കാനോ ഉള്ള കഴിവ് ഓരോരുത്തർക്കും ഉണ്ട് എന്ന്, ഇല്ലേ? അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഗ്രേസ് ബൈബിളും അർമേനിയസവും പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമേ, ഡിമിനിഷ്ഡ് ഡിപ്രാവിറ്റി. അടുത്തത് അൺകണ്ടീഷണൽ ഇലക്ഷൻ. ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം ചില വ്യക്തികളെ രക്ഷയ്ക്കായി പരമാധികാരത്തോടെ തിരഞ്ഞെടുത്തു. അവരിൽ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവന്റെ സ്വന്തം കൃപയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അബ്രോഗേറ്റഡ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ. ദൈവത്തിന് അവന്റെ മുൻകൂട്ടിയുള്ള അറിവിൽ തന്നിൽ ആരൊക്കെ വിശ്വസിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നു. ഓക്യുപേഷണൽ, ഗ്രേസിൻ്റെത് ഓക്യുപേഷണൽ. ചിലരെ രക്ഷയിലേക്കും ചിലരെ ശിക്ഷാവിധിയിലേക്കും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് സേവനത്തിനായി മാത്രമാണ്. ക്രൂശിൽ ക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ പൂർണ്ണരാണ്. അവർ ഉൽപ്രാപണത്തിന്റെ ദിവസത്തേക്ക് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരാണ്. ദൈവം ഇസ്രായേലിനെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഭൗമിക മേഖലകളുടെ വീണ്ടെടുപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരായി വേർതിരിച്ചു. ഓക്കെ, അപ്പൊ ഈ അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത്
റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 9-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതായത് ദൈവം ഏശാവിനെയും യാക്കോബിനെയും അവര് അവരുടെ ജനനത്തിന് മുൻപ് തന്നെ അവർ നല്ലതോ തീയതോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുവനെ ശിക്ഷയ്ക്കും ഒരുവനെ രക്ഷയ്ക്കുമായി തിരഞ്ഞെടുത്തു എന്നുള്ളൊരു വാക്യം എടുത്തിട്ടാണ് അവർ പറഞ്ഞത് അൺകണ്ടീഷണൽ ഇലക്ഷൻ. അതായത് ഒരു വ്യക്തിയെ ദൈവം മുൻകൂട്ടി അവരുടെ ജനനത്തിന് മുന്നേ ഒരു കൂട്ടരെ ദൈവം രക്ഷയ്ക്കായും മറ്റൊരു കൂട്ടരെ നിത്യശിക്ഷാവിധിക്കുമായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു വ്യക്തി എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എത്ര വിശ്വസിച്ചാലും നല്ല പ്രവൃത്തി, അഥവാ ആ വ്യക്തി രക്ഷയ്ക്കായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല എങ്കിൽ അവരുടെ ഏതോ പ്രവൃത്തി കൊണ്ട് അവരുടെ രക്ഷ നഷ്ടമായി പോവും. അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ട് ആ ഒരു കാര്യം. പക്ഷേ ഗ്രേസ് തിയോളജി പറയുന്നത് രക്ഷ, ഒക്യുപ്പേഷണൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് രക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് സേവനത്തിന് വേണ്ടിയാ. അതേ വാക്യത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ കർത്താവ് പറയുന്നത് എന്തുവാണ്? ഇളയവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇല്ലേ? ദ എൽഡർ ഷാൽ സെർവ് ദ യങ്ങർ. അപ്പൊ അവിടെ ഇലക്ഷൻ എങ്ങനെയാണ്? സർവീസിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. നമുക്ക് ലിമിറ്റഡ് അറ്റോൺമെന്റ്, മൂന്നാമത്തെ കാര്യമാണ് കാൽവിനിസത്തിന്റെ ലിമിറ്റഡ് അറ്റോൺമെന്റ്. അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം വെറും ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാണ്. അതേസമയം അർമീനിസം പഠിപ്പിക്കുന്നത് ഇംപേഴ്സണൽ അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് തൻ്റെ രക്തം ചിന്തിയത്. ആർക്ക് വേണേലും വിശ്വാസത്തോടുകൂടി രക്ഷയെ പ്രാപിക്കാൻ കഴിയും. എന്നാൽ ഗ്രേസ് തിയോളജിയിൽ ടോട്ടൽ അറ്റോൺമെന്റ് ആണ് പറയുന്നത്. അതായത് ജാതികളെന്നോ യഹൂദർന്നോ എന്ന് ഒരു ഡിഫറൻസും ഇല്ല. ദൈവം ആഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരും എവിടെയും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഇല്ലേ? ഇന്നെല്ലാവർക്കും ജാതി മതഭേദമന്യേ കൃപയാൽ വിശ്വാസത്താൽ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരമുണ്ട് രക്ഷയ്ക്കായിട്ടുള്ളത്. അത് നമുക്കൊന്ന് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ടോട്ടൽ അറ്റോൺമെന്റ്. ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു, അവരുടെ അതിക്രമങ്ങൾ അവരുടെ മേൽ ചുമത്തിയില്ല. യേശുക്രിസ്തുവിന്റെ പകരയാഗത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസിയുടെ പാപങ്ങൾ, ഭൂതകാലം, വർത്തമാനം, ഭാവി കാലത്തിലുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. വിശ്വാസി നീതീകരിക്കപ്പെടുന്നു. കണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമേ, അല്ലേ, നമ്മുടെ എല്ലാ പാപങ്ങളും പോക്കുകയാണ്, ഇല്ലേ? നമ്മൾ ജനിക്കുന്നതിന്റെ മുന്നേ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ പാപവും എവിടെ ആയിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഭാവിയിലായിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അതാ ടോട്ടൽ അറ്റോൺമെന്റ്. കാൽവിനിസം പറയുന്ന ഇറസിസ്റ്റബിൾ ഗ്രേസ്, അതായത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് ലോകാരംഭം മുതലേ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവരുടെ മേൽ ദൈവം കൃപ പകരുമ്പോൾ അവർക്കതിനെ റെസിസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. അതേസമയം അർമീനിസം പറയുന്ന സെഡൻറ്ററി ഗ്രേസ് എന്ന് നമുക്കതൊന്ന് വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, എന്നിരുന്നാലും അവൻ മനുഷ്യർക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. അവർക്ക് ഒന്നുകിൽ ദൈവത്തിന്റെ രക്ഷാ വാഗ്ദാനം സ്വീകരിക്കാം, അല്ലെങ്കിൽ അവന്റെ വാഗ്ദാനത്തെ ചെറുക്കാം. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ
നിങ്ങൾ മത്സരിക്കുന്നു, ഇല്ലേ? അപ്പോൾ ആ കൃപയുടെ സുവിശേഷം കേൾക്കുമ്പോൾ മനുഷ്യന് ഒന്നിൽ അതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ ചെറുക്കാം. അതേസമയം കാൽവിനിസം പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ, രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, വേർതിരിച്ചപ്പെട്ടവർ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്കതിനെ തിരസ്കരിക്കാൻ കഴിയുകയില്ല. അവർ നാച്ചുറലി അതിനെ സ്വീകരിക്കുമെന്ന്. എന്നാൽ അൺലിമിറ്റഡ് ഗ്രേസ് നമുക്ക് നോക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അവൻ മനുഷ്യർക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. അവർക്ക് ഒന്നുകിൽ ദൈവത്തിന്റെ രക്ഷാ വാഗ്ദാനം സ്വീകരിക്കാം, അല്ലെങ്കിൽ അവന്റെ വാഗ്ദാനത്തെ ചെറുക്കാം. കൃപ എല്ലാ ജൂതന്മാർക്കും വിജാതീയർക്കും ഒരുപോലെ ലഭ്യമാണ്. ഇല്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും ജാതി മതഭേദമന്യേ ഏത് സാഹചര്യത്തിലാണേലും നമുക്ക് കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരേ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മുദ്ര ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങൾ പകരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അൺലിമിറ്റഡ് ഗ്രേസ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു ജാതികൾ എന്ന ഒരു ലിമിറ്റഡ് അല്ല, എല്ലാവർക്കും ഒരേപോലെ ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാൽവിനിസവും വലിയൊരു വ്യത്യാസമുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പെർസിവറൻസ് ഓഫ് സെയിൻസ് നമുക്കൊന്ന് വായിക്കാം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ ശക്തിയാൽ സംരക്ഷിക്കപ്പെടുകയും അവസാനം വരെ അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അവർ സ്ഥിരോത്സാഹം കാണിച്ചില്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നല്ല പ്രവൃത്തികളുടെയും സ്ഥിരോത്സാഹത്തിന്റെയും അഭാവം രക്ഷയുടെ അഭാവത്തിന്റെ തെളിവായി കാണപ്പെടാം. അതായത് ഇവർ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി അവസാനം വരെ വിശ്വസ്തനായി നിന്നില്ലെങ്കിൽ അവൻ ആദ്യമേ രക്ഷിക്കപ്പെട്ടവൻ അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പെർസിവറൻസ് ഓഫ് സെയിൻസ് വലിയൊരു ദുരുപദേശമാണ്. കാര്യം എന്താണെന്നറിയാം, ആരുടെ ജീവിതത്തിൽ, ഏത് വിശ്വാസികളുടെ ജീവിതത്തിലാണ് കുറവില്ലാത്ത? ഈ ശരീരത്തിൽ, ഇല്ലേ? അപ്പൊ കുറവുകൾ വന്നാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ രക്ഷ, ആ വ്യക്തിയുടെ കൺഫെഷൻ, ആ വ്യക്തിയുടെ റിപ്പൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ ശരിയല്ലായിരുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി അവസാനം വരെ പിടിച്ചു നിൽക്കും എന്നാണ് പെർസിവറൻസ് ഓഫ് സെയിൻസ് പഠിപ്പിക്കുന്നത്. എന്നാൽ അർമേനിയസത്തിന്റെ ഈൽഡബിൾ സാൽവേഷൻ നമുക്ക് നോക്കാം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ദൈവകൃപ മനഃപൂർവ്വം നിരസിക്കുന്നതിലൂടെയും വിശ്വാസം നിഷേധിക്കുന്നതിലൂടെയും വിശ്വാസിക്ക് തന്റെ രക്ഷ നഷ്ടപ്പെടാം. കണ്ടോ, ഇവിടാണ് അർമേനിയസത്തിന്റെ ഒരു തെറ്റായ ഒരു ഉപദേശം. ബാക്കി പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയും, പക്ഷെ ഇവിടെയാണ് അർമേനിസം പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ഇരിക്കും. എന്താണ്? ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് രക്ഷ നഷ്ടപ്പെടുത്താം. ഹെബ്രായർക്കെഴുതിയ ലേഖനം പറയുന്നത് എന്തോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് നഷ്ടമായാൽ പിന്നീട് അവനെ തിരികെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതല്ല. ആ ഭാഗം വായിക്കുമ്പോൾ രണ്ടിടത്ത് ഇമ്പോസിബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന് കള്ളം പറയാൻ ഇമ്പോസിബിൾ ആണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ. രണ്ടാമത്തെ ഒരു ഇമ്പോസിബിലിറ്റി ആ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലുള്ളത് ഇതാണ്. എന്തുവാ? തെറ്റിപ്പോയാൽ, വീണുപോയാൽ അവനെ മടക്കി കൊണ്ടുവരാൻ ഇമ്പോസിബിൾ. ആ എറർ മനസ്സിലായോ? അർമേനിയസത്തിന്റെ എറർ. ബോത്ത് അർമേനിസം ആൻഡ് കാൽവിനിസം ആർ എഗൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് രണ്ടും ശരിയല്ല. എന്നാൽ ഗ്രേസ് തിയോളജി, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ഡിസ്പെൻസേഷണൽ സ്റ്റഡി എന്താണ് പറയുന്നത് നോക്കാം. സെക്യൂരിറ്റി ഓഫ് സെയിൻസ്. ദൈവത്തിന്റെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും അധിഷ്ഠിതമായി ഒരു വിശ്വാസി നിത്യ സുരക്ഷിതനാണ്. ഒരാളുടെ പ്രവർത്തികൾ നല്ലതോ ചീത്തയോ ആകട്ടെ, ഒരാൾ ദൈവത്തെ നിഷേധിച്ചാലും അവൻ ഇപ്പോഴും നിത്യരക്ഷിതനാണ്. വ്യക്തിക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടേക്കാം, എല്ലാ പ്രവൃത്തികളും കത്തി നശിച്ചേക്കാം, എന്നിരുന്നാലും അവൻ തന്നെ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വളരെ സത്യമില്ലേ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്കെതിരെ നമ്മൾ വായിച്ചത്? ആ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയും വെന്ത് ചാരമായി പോയി, പക്ഷെ താനോ രക്ഷിക്കണം. ഡിസ്പെൻസേഷണൽ ഗ്രേസ് തിയോളജി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്.
ഹ്യൂമൻ ഫീലിങ്സിലോ ഹ്യൂമൻ ഐഡിയോളജീസിലോ അല്ല. തിരുവചനം. മറ്റു പലരും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കല്ലറകളിൽ പോയി അന്വേഷിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയുടെ എവിഡൻസ്, നമ്മുടെ രക്ഷയുടെ അടയാളം നമ്മൾ ഈ പാപപരമായ ശരീരത്തിൽ ആണോ നമ്മൾ അന്വേഷിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ എന്നാ പറഞ്ഞത്? ആകയാൽ വചനം എന്ത് പറയുന്നു? റോമർക്കെഴുതിയ ലേഖനത്തിൽ 2-3 ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നതാണ്, വാട്ട് ഡസ് ദ വേർഡ് ഓഫ് ഗോഡ് സേ? ദൈവ വചനം എന്ത് പറയുന്നു നമ്മുടെ രക്ഷയെക്കുറിച്ച്? അതിലാണ് കാര്യം, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്തൊരു വിഷയം നമുക്ക് ചിന്തിക്കാം. ദ എറേഴ്സ് ഓഫ് ലോർഡ്ഷിപ്പ് സാൽവേഷൻ. ഇത് കാൽവിനിസവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലോർഡ്ഷിപ്പ് സാൽവേഷൻ. ഈ ഡോക്യുമെന്റ് വെബ്സൈറ്റിലുണ്ട്. ആൻ ഇൻട്രൊഡക്ഷൻ ടു ലോർഡ്ഷിപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞ് gty.org എന്നുള്ള വെബ്സൈറ്റിൽ, അതായത് ഗ്രേസ് ടു യു, അതായത് ജോൺ മെക്കാത്തറിന്റെ പീപ്പിൾസ് ചർച്ചിലെ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ അത് സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ലോർഡ്ഷിപ്പ് സാൽവേഷന്റെ ദുരുപദേശം എന്തുവാണെന്ന്. റൈറ്റ്? നമുക്കതൊന്ന് മലയാളത്തിലൊന്ന് വായിച്ച് കേൾക്കാം. എല്ലാ സുവിശേഷ പഠിപ്പിക്കലുകൾക്കും അടിസ്ഥാനപരമായി നിരവധി വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എല്ലാ വിശ്വാസികൾക്കും ഇടയിൽ താഴെ പറയുന്ന സത്യങ്ങളെക്കുറിച്ച് യോജിപ്പുണ്ട്. 1. ക്രിസ്തുവിന്റെ മരണം നിത്യരക്ഷ നേടിത്തന്നു. 2. രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മാത്രം കൃപയാൽ നീതീകരിക്കപ്പെടുന്നു. 3. പാപികൾക്ക് ദിവ്യപ്രീതി നേടാൻ കഴിയുകയില്ല. 4. ദൈവം ഒരുക്കങ്ങളോ രക്ഷയ്ക്ക് മുമ്പുള്ള നവീകരണമോ ആവശ്യപ്പെടുന്നില്ല. 5. നിത്യജീവൻ ദൈവത്തിന്റെ ഒരു ദാനമാണ്. 6. വിശ്വാസികൾ അവരുടെ വിശ്വാസം എപ്പോഴെങ്കിലും ഏതെങ്കിലും നീതിപ്രവൃത്തികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടുന്നു. 7. ക്രിസ്ത്യാനികൾക്ക് പാപം ചെയ്യാൻ കഴിയും, ചിലപ്പോൾ ഭയങ്കരമായി പോലും. ഇത്രയും കാര്യങ്ങളോട് നമുക്ക് എല്ലാവർക്കും യോജിക്കാൻ കഴിയും. ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. ഇനിയും അപ്പോൾ തന്നെ ലോർഡ്ഷിപ്പ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്ന ആ ഡോക്യുമെന്റ് പറയുന്നത്, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കർത്തൃത്വ രക്ഷയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കർത്തൃത്വ രക്ഷയെ സ്ഥിരീകരിക്കുന്നവർ സ്വീകരിക്കുന്ന, എന്നാൽ ലളിത വിശ്വാസത്തിന്റെ വക്താക്കൾ നിരസിക്കുന്ന എന്താണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്? രക്ഷയെയും സുവിശേഷത്തെയും കുറിച്ചുള്ള ബൈബിൾ ഗ്രാഹ്യത്തിന്റെ 9 വ്യതിരിക്തതകൾ താഴെ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവർ ഗ്രേസ് ബിലീവേഴ്സിനെ പറയുന്നത് എന്തുവാ? ഈസി ബിലീവിസം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഈസി ബിലീവിസം എന്നാണ് ഇവര് ഗ്രേസ്, അതാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിരിക്കുന്നത്. വാട്ട് ദെൻ ആർ ദ ഡിസ്റ്റിങ്റ്റീവ്സ് ഓഫ് ദ ലോർഡ്ഷിപ്പ് സാൽവേഷൻ? അപ്പൊ അവര് തന്നെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം 7 കാര്യങ്ങൾ അവർ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ഹൗ ഈസ് ലോർഡ്ഷിപ്പ് സാൽവേഷൻ ഡിഫറെന്റ് ഫ്രം മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് 9 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമുക്കത് ഓരോന്നും പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആ ഡോക്യുമെന്റിൽ തന്നെ ഉള്ള കാര്യങ്ങളാണിത്. റിപ്പൻറ്റൻസ് ഈസ് ടേണിംഗ് ഫ്രം സിൻ. മാനസാന്തരം എന്ന് വെച്ചാൽ പാപ പ്രവർത്തികളിൽ നിന്ന് തിരിയുന്നതാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത്. അവർ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ മെറ്റനോയ എന്നുള്ള വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്ന് തിരിയുന്നതല്ല, മറിച്ച് മനസ്സിലുള്ളൊരു മാറ്റമാണ്. ഇല്ലേ? നമുക്ക് റിപ്പൻറ്റൻസ് ആവശ്യമാണോ? യെസ്, കറക്റ്റ്. കാരണം മുമ്പ് നമ്മൾ ചിന്തിച്ചത് എന്തുവാ? രക്ഷ നമുക്ക് നേടാൻ കഴിയും, യേശുക്രിസ്തു വെറും ക്രിസ്ത്യാനിക്ക് വേണ്ടി മരിച്ചതാണ്, യേശുക്രിസ്തു ഇസ്രായേലിന്റെ മസിഹ ആണ്, യേശുക്രിസ്തു ഒരു തച്ചനായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ സത്യവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓ, ഇപ്പോൾ സത്യം എനിക്ക് മനസ്സിലായി, ഞാൻ സത്യകാര്യങ്ങളിലേക്ക് ഞാൻ ഇനി
മനസ്സ് മാറ്റുന്നു എന്നുള്ള ആ ഒരു മാനസാന്തരം എപ്പോഴും ആവശ്യമാണ്, റൈറ്റ്? അതേസമയം മാനസാന്തരം ഒരിക്കലും പാപത്തിൽ നിന്ന് തിരിയുന്നത് ഒരു കാര്യമല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ ദൈവമാണ് മാനസാന്തരപ്പെടുന്നത്. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 6:6, 1 ശമൂവേൽ 15:11 നമ്മൾ വായിക്കുമ്പോൾ ദൈവം അനുതപിക്കുകയാണ്. ഗോഡ് ഈസ് റിപ്പന്റിങ്. അപ്പോൾ ദൈവത്തിന് പാപമുണ്ടായിരുന്നോ? മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയാണ് അവര് ട്വിസ്റ്റ് ചെയ്യുന്നത്? യോനയുടെ പുസ്തകം 3:10 വായിക്കുമ്പോൾ ദൈവം കണ്ടു, നിനവേലെ ആൾക്കാരുടെ പ്രവർത്തികൾ കണ്ടു. എന്തായിരുന്നു അവരുടെ പ്രവർത്തികൾ? അവർ തന്റെ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് മാനസാന്തരപ്പെട്ടു, തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ. അപ്പൊ റിപ്പന്റൻസ് ഈസ് എ വർക്ക്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം എന്താണ് പറയുന്നത്? പ്രവൃത്തി കൂടാതെയുള്ള നീതീകരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ഗ്രേസ് പീരീഡിൽ അല്ലെങ്കിൽ ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ ഏതോ ഒരു പാപപ്രവൃത്തി നിർത്തുന്നത് കൊണ്ടാണോ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് സത്യസുവിശേഷം കേട്ടപ്പോൾ മനസ്സിലുള്ള അന്തരം, അതാണ് റിപ്പന്റൻസ്. അടുത്തത് ലോർഡ്ഷിപ്പ് സാൽവേഷൻ പറയുന്ന അടുത്ത കാര്യം, ഫെയ്ത്ത് is a gift of God, not a work of man. Real faith, therefore, cannot be defective or short-lived, but endures forever. അതായത് വിശ്വാസം മനുഷ്യനിൽ നിന്നുളവാകുന്നതല്ല. വിശ്വാസം മനുഷ്യന്റെ പ്രവൃത്തിയോ മനുഷ്യന്റെ തീരുമാനം കൊണ്ടുണ്ടാകുന്നതല്ല. അത് ഒരു ദൈവത്തിന്റെ ദാനമാണ്. അതിനകത്ത് കുഴപ്പം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും നിത്യനരകത്തിലോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് തിരിഞ്ഞു നിന്ന് ദൈവത്തോട് ചോദിക്കാൻ പറ്റും, ദൈവമേ, ഞാൻ നരകത്തിലോട്ട് പോകുന്നതും എനിക്ക് നിന്നിൽ വിശ്വസിക്കാൻ കഴിയാഞ്ഞതിന്റെ കാരണം നീ വിശ്വാസം എന്ന ദാനം എനിക്ക് തരാഞ്ഞത് കൊണ്ടില്ലേ? മനസ്സിലാകുന്നുണ്ടോ അതിന്റെ വിഷയം? പക്ഷെ നമുക്കറിയാം, വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തി 16:30 പൗലോസ് അപ്പോസ്തലൻ ആ റോമൻ പടയാളികളോട് പറയുന്നത് എന്തുവാണ്? ആ ജയിലറിനോട് എന്താ പറഞ്ഞത്? വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? യോഹന്നാൻ 3:16, ആരെല്ലാം വിശ്വസിക്കുന്നു അവരാരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നിത്യജീവൻ നൽകുന്നു. അപ്പൊ ഒരു വ്യക്തിക്ക് സുവിശേഷം കേട്ടാൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കാം, അല്ലേ? മൂന്നാമത്തെ കാര്യം, faith therefore involves personal commitment to Christ. In other words, a true believer always follows Jesus. നമുക്കറിയാം, ഈ ഗ്രേസ് ഏജിൽ നമുക്ക് ആർക്കും യേശുക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയുകയില്ല. കാരണം എന്താ? യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് അധീനനായാണ് ജനിച്ചത്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണ പ്രകാരം ക്രൂശിൽ മരിക്കുകയുണ്ടായി, ഇല്ലേ? പാട്ടൊക്കെ നല്ലതാ, യേശുവെ പോലെ ആകുവാൻ എന്നൊക്കെയുള്ള പാട്ടൊക്കെ നല്ലതാ. പക്ഷേ ആദ്യത്തെ പാപം എന്തായിരുന്നെന്നറിയാമോ? ഒരുവന്റെ ഹൃദയത്തിൽ തോന്നി, എനിക്ക് യേശുവെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം എന്നുള്ള കാര്യമായിരുന്നു. നമ്മളത് ചിന്തിക്കുക. ഓക്കെ, അടുത്തത് നാലാമത്തെ കാര്യം, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് റിയൽ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് എ ചേഞ്ച്ഡ് ലൈഫ്. നമുക്ക് പ്രോവേർബ്സ് 24:16 നമുക്ക് വായിക്കാൻ കഴിയും, നീതിമാൻ 7 വട്ടം വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു, അല്ലേ? ഇവിടെ ജോൺ മക്കാർത്തർ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം 1 യോഹന്നാൻ 3:9-10 വരെയുള്ള വാക്യമാണ്. അതായത് രക്ഷിക്കപ്പെട്ടവൻ പാപം ഒരിക്കലും ചെയ്യുന്നില്ല. ഹിസ് ലൈഫ് ഈസ് ട്രാൻസ്ഫോംഡ് ആണ് എഴുതിയിരിക്കുന്നത്. ദ നേച്ചർ ഓഫ് ദ ക്രിസ്ത്യൻ ഈസ് ന്യൂ ആൻഡ് ഡിഫറെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ അൺബ്രോക്കൺ പാറ്റേൺ ഓഫ് സിൻ ആൻഡ് എനിമിറ്റി വിത്ത് ഗോഡ് വിൽ നോട്ട് കണ്ടിന്യൂ വിത്ത് എ പേഴ്സൺ എന്നാണ് പറയുന്നത്. ബോൺ അഗെയിൻ പേഴ്സൺ, അവൻ പാപം ചെയ്തു. പക്ഷേ ജോൺ മക്കാർത്തറിന്റെ സ്റ്റഡി ബൈബിൾ, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ, ഈ വാക്യം 1 യോഹന്നാൻ 3:9-10 വരെ എഴുതിയിരിക്കുന്നതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്:
the born again person does not make a practice of sin എന്നാണ്. അതേസമയം കിങ് ജെയിംസിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? Whosoever is born of God does not commit sin, for his seed remaineth in him and he cannot sin എന്നാണ്. അതായത് വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി പാപം ചെയ്യാൻ കഴിയയില്ല, ഒരു പാപം പോലും ചെയ്യത്തില്ലെന്നാ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഡിസ്പെൻസേഷനലി ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ പുതിയ ശരീരം ലഭിച്ച്, അതായത് വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ ആത്മീക ശരീരം ലഭിച്ച്, യോഹന്നാൻ പറയുക, അവനെ നാം കാണുമ്പോൾ നാമും അവനെ പോലെ ആയിത്തീരും. അങ്ങനെ അവനെ പോലെ ആയിത്തീരുന്ന വ്യക്തികളാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. അവർക്ക് പാപം ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല, കാരണം ദൈവത്തിന്റെ ബീജമാണ് അവനിൽ ഉള്ളത്. അവരെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഇന്നത്തെ ക്രിസ്ത്യൻസ് നമ്മളെ കുറിച്ചല്ല, അല്ലേ? അഞ്ചാമത്തെ കാര്യം, the scripture teaches that God's gifts of eternal life includes everything pertaining to life and godliness. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം രക്ഷാദാനത്തിൽ ഉൾപ്പെടുന്നു. അത് ഒരു ടിക്കറ്റ് ടു ഹെവൻ മാത്രമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിയാൽ രക്ഷന് ശേഷം ഉള്ള വിശുദ്ധന്മാരുടെ ജീവിതം നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ, നോഹ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ജീവിതം നോഹയുടെ എങ്ങനെ ഉണ്ടായിരുന്നു? ലോത്തിന്റെ, അബ്രഹാമിന്റെ, ദാവീദിന്റെ, അല്ലെ? വേവറിംഗ് പീറ്റർ ആൻഡ് ഡൗട്ടിംഗ് തോമസ്. അബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടികയാണ്, പക്ഷെ വിശുദ്ധ വീരന്മാരുടെ അല്ല, അല്ലെ? അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനേക പരാജയങ്ങൾ ഉണ്ടായിരുന്നു, പരാജയങ്ങളുടെ വലിയൊരു ചരിത്രമായിരുന്നു. എന്നാൽ അവരെല്ലാരും ദൈവം നീതിമാൻ എന്ന് വിളിച്ചതിന്റെ കാര്യം എന്നാന്നറിയാം? ഉള്ളിന്റെ ഉള്ളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദാവീദിനെ പോലെ എന്തുവാണ്? അഭക്തനെങ്കിലും പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് അവരെ നീതീകരിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 4-ന്റെ 5-ാമത്തെ വാക്യമാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ കാര്യം, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ് ഓഫ് ഓൾ. ഇതാണ് കർത്തൃത്വം. ആൻഡ് ദ ഫെയ്ത്ത് ഹി ഡിമാൻഡ്സ് ഇൻവോൾവ്സ് അൺകണ്ടീഷണൽ സറണ്ടർ. മനസ്സിലാവുന്നുണ്ട്? അതായത് ദൈവം സകലതിന്റെയും ലോർഡാണ്. ഹി ഡിമാൻഡ്സ് അൺകണ്ടീഷണൽ സറണ്ടർ. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ ഫുള്ളി സറണ്ടേർഡ് ടു ക്രൈസ്റ്റ് ആണോ? മനസ്സിലാകുന്നുണ്ട്? ഇതിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ ഒരു സമയത്ത് നമുക്ക് എടുക്കാം. ഏഴാമത്തെ കാര്യം, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് ദോസ് ഹു ട്രൂലി ബിലീവ് വിൽ ലവ് ക്രൈസ്റ്റ്. They will long to obey him. എന്നാൽ തിമോത്തിയോസ് 2 തിമോത്തിയോസ് 2:13 എഴുതിയിരിക്കുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാൽ പോലും ദൈവം വിശ്വസ്തനായിരിക്കും, കാരണം അവനെ തന്നെ ത്യജിക്കാൻ കഴിയുകയില്ല. He cannot deny himself. വിശ്വാസി ഇതൊരു ഒരു നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിൽ, അല്ലേ, അനേക സാഹചര്യത്തിൽ അനേക വീഴ്ചകൾ, അനേക കുറവുകളൊക്കെ വരാം, ഇല്ലേ? എന്നാൽ പോലും കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുന്നില്ല. നാം അവിശ്വസ്തരായി, ജീവിത സാഹചര്യത്തിൽ നാം അവിശ്വസ്തരായി, നാം തള്ളി പറഞ്ഞാൽ പോലും കർത്താവ് നമ്മളോട് വിശ്വസ്തനായിരിക്കുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? എട്ടാമത്തെ കാര്യം, 9-ാമത്തെ കാര്യമൊക്കെ ഒരേപോലെ തന്നെ, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് ബിഹേവിയർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്. Obedience is evidence that one's faith is real. On the other hand, the person who remains utterly unwilling to obey Christ does not evidence true faith. അതായത് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും, അഥവാ മാറ്റം വന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ അല്ല. അങ്ങനെയാണോ? അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണോ?
നാം രക്ഷ നേടുന്നത്. ഇല്ലേ, 2 തിമോത്തിയോസ് 1:9 വാക്യം പറഞ്ഞ്, ഹി ഹാസ് സേവ്ഡ് us and called us to a holy calling, not because of our works, but by his own purpose and by the grace he granted us in Christ Jesus before time began. നമ്മളെ വിളിച്ചത്, ഈ വിശുദ്ധ വിളിക്ക്, അതായത് വേർതിരിക്കപ്പെട്ടത്. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ? എങ്ങനെയാണ്? നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടാണോ കർത്താവ് നമ്മളെ രക്ഷിച്ചത്? ഒരിക്കലുമല്ല. ഇല്ലേ? റോമർക്കെഴുതിയ ലേഖനം 3:24, but being justified freely by his grace through the redemption that is in Christ Jesus. അനേക പുതിയ ട്രാൻസ്ലേഷൻസ്, മോഡേൺ ട്രാൻസ്ലേഷൻസ് ഈ ഫ്രീലി എന്നുള്ള വാക്ക് മാറ്റിയിട്ടുണ്ട്. 9ാമത്തെ കാര്യം അവർ പറഞ്ഞത്, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് ജെന്യുവൻ ബിലീവേഴ്സ് മേ സ്റ്റംബിൾ ആൻഡ് fall, but they will persevere in faith. Those who later turn completely away from the Lord show that they were never truly born again. 1 യോഹന്നാൻ 2:19 വാക്യങ്ങളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം നമുക്ക് മനസ്സിലാക്കാം അത് ആർക്കും വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഈ മഹോപദ്രവകാലത്ത് ആരെങ്കിലും സാത്താന്റെ മുദ്രയേറ്റ് വിശ്വാസം ത്യജിച്ചാൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു. ആ കാര്യമാണ് ഇന്ന് ഈ കൃപായുഗത്തിൽ ലോർഡ്ഷിപ്പ് സാൽവേഷൻകാർ പറയുന്നത്. അതേസമയം സത്യ അവസ്ഥ, ഹോണസ്റ്റി, ഒരു വിശ്വാസിയുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ അവസ്ഥ റോമർക്കെഴുതിയ ലേഖനം 7:14 തൊട്ടുള്ള ചില വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഫോർ വി നോ that the law is spiritual, but I am carnal. നോക്കണേ, ചിലർ പറയും പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7-ാം എഴുതിയത് തൻ്റെ ജീവിതത്തിൽ ഏതോ സമയത്ത് വന്ന പിന്മാറ്റം നിമിത്തമാണ്. അല്ല കേട്ടോ. റോമർക്കെഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് കുറഞ്ഞ 20 വർഷത്തെ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് ശേഷമാണ് എഴുതുന്നത്. AD 60-ലാണ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ട്? AD 35 രക്ഷിക്കപ്പെട്ട വ്യക്തി ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ബട്ട് ഐ ആം കാർണൽ. ആ ന്യായപ്രമാണം ആത്മീകം, പക്ഷെ ഞാൻ ജഡശരീരത്തിലാണ് ഇരിക്കുന്നത്. ഐ ആം സോൾഡ് അണ്ടർ സിൻ. പാപത്തിന് അടിമയാണ് നാം പറയുന്നത്, ഇല്ലേ? 17-ാമത്തെ വാക്യം, നൗ ദെൻ ഇറ്റ് ഈസ് നോ മോർ ദാറ്റ് ഐ ഡു ഇറ്റ് ബട്ട് സിൻ ദാറ്റ് ഡ്വെല്ലത്ത് ഇൻ മീ. പൗലോസ് പറയും, എൻ്റെ ജീവിതത്തിൽ പാപം എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും അവയവങ്ങളിൽ, ശരീരത്തിന്റെ അവയവങ്ങളിലാണ് മറ്റൊരു പ്രമാണം, പാപം വസിക്കുന്നു. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുക, ദ ഈവിൾ ഈസ് പ്രസന്റ് ഇൻ മീ. 24-ാമത്തെ വാക്യം, ഓ റെച്ച്ഡ് മാൻ ദാറ്റ് ഐ ആം. യോ അരിഷ്ട മനുഷ്യൻ ഞാൻ, അല്ലേ? ആരെന്നെ രക്ഷിക്കും? ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ഓഫ് ദിസ് ഡെത്ത്. മരണത്തിനുള്ള ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? അപ്പോൾ എപ്പോഴാണ് നമ്മൾ സിൻലെസ് പെർഫെക്ഷനിലേക്ക് എത്തുന്നതെന്നറിയാം? ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുമ്പോൾ. അതെപ്പോഴാണ് നടക്കുന്നത്? റാപ്ചറിന്റെ സമയത്തല്ലേ? നമുക്ക് പുതിയൊരു ശരീരം നമ്മൾ നൽകുമ്പോൾ. ദർ ഇസ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് ഇഫ് വി നെവർ സിൻഡ്. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയെ പോലെ, ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേൾക്കുകയായിരുന്നു. മാൽക്കസ് ആണ് ഒരു പുരോഹിതന്റെ സേവകൻ, പടയാളി, അല്ലേ? ആ പടയാളിയുടെ ചെവിയാണ് പത്രോസ് വെട്ടിക്കളഞ്ഞത്. അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണശിക്ഷയാ, വധശിക്ഷയാ. അപ്പോഴേ പത്രോസിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷെ യേശുക്രിസ്തു എന്ത് ചെയ്തു? ആ ചെവി മുമ്പ് ഇരുന്നത് പോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്തു, അല്ലേ? മൽക്കസിന് ഇപ്പൊ പോയി പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പറയാൻ കഴിയുമോ, പത്രോസ് എന്റെ ചെവി വെട്ടിക്കളഞ്ഞു? കാരണം എന്തോ? എവിഡൻസ് ഇല്ല. കർത്താവായ യേശുക്രിസ്തു കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, നമുക്ക് വിപരീതമായിരുന്ന കൈയെഴുത്ത് തന്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞ്.
പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവർ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും. 25-ാമത്തെ വാക്യം റോമർ 7:25 പറയുന്നത് എന്തോ? ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് സകലത്തിനും ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മനസ്സിലാകുന്നുണ്ട് ലോർഡ്ഷിപ്പ്, സാൽവേഷൻ, കാൽവിനിസം, ഹൗ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഡോക്ടർ. അതെങ്ങനെ ഗ്രേസ് തിയോളജിക്ക് എതിരാണ്, അല്ലേ? ദ റോൾ ഓഫ് ഗുഡ് വേർഡ്സ് ഡ്യൂറിങ് ദ ഡിസ്പെൻസേഷൻ. ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ നല്ല നടപ്പിൽ നടക്കണം എന്ന്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2, റോമർക്കെഴുതിയ ലേഖനം 11:6 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുവാ. നമുക്കൊന്ന് വായിക്കാം. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഇനി നമുക്ക് എഫേസ്യർക്കെഴുതിയ ലേഖനം 2:10 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് സൽപ്രവർത്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? എന്റെ ദൃഷ്ടിയിൽ നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യാനാണോ? അല്ല. അവൻ മുൻ ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തി, which God has before ordained that we should walk in them. എന്താണ് ദൈവം ഓർഡൈൻ ചെയ്ത സൽപ്രവർത്തി? 11 മുതൽ 15 വരെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്പത്തുമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ദൈവം ഓർഡൈൻ ചെയ്ത് മുൻ ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തി. എന്തുവാ? ടൈം പാസ്റ്റ്. അതിന്റെ 13-ാമത്തെ വാക്യം എന്നാൽ ഇപ്പോഴോ, മുൻകാലങ്ങളിൽ. 13-ാമത്തെ വാക്യം എന്നാൽ ഇപ്പോഴോ കർത്താവ് തന്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കുന്ന യഹൂദരും ജാതികളും ഇടയിലുള്ള ആ വേർപാടിന്റെ നെടുച്ചുവർ നീക്കിയിട്ട്, ന്യായപ്രമാണവും അതിൻ്റെ എല്ലാ ചട്ടങ്ങളും നീക്കിയിട്ട് രണ്ടിനെയും ഒരുമിച്ചാക്കി ഒരു പുതു സൃഷ്ടിയാക്കി. ഇല്ലേ? ഒരു പുതു സൃഷ്ടിയാക്കി. കർത്താവ് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തി എന്താണ്? നാം ഓരോരുത്തരും ഈ പുതു സൃഷ്ടിയുടെ ഭാഗമാകണം. വി ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ന്യൂ മാൻ. ഇതാണ് ദൈവം മുൻ ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമുക്കൊക്കെ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും അതോ നമ്മൾ സത്യസുവിശേഷത്തിൽ നിലനിന്ന് ഈ സത്യസുവിശേഷം, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായില്ലെങ്കിൽ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എന്താണ് പ്രയോജനം? അല്ലേ? നമുക്കതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.